വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്. ഒരു ദിവസം മിനിമം 2 ടോപ്പിക്കെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം പക്ഷെ ഞാൻ ഒരു ടോപ്പിക്ക് മാത്രമേ എടുത്തുള്ളൂ. രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു അത്. നമ്മളൊരു 48 മിനിറ്റോളം ക്ലാസ് നീണ്ടു എന്നുള്ളത് കൊണ്ട് അന്ന് ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിൽ തന്നെ നമുക്കൊരു 4 മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. കാരണം രോഗകാരികൾ മാത്രമല്ല, വേറെ കുറേ അധികം ഭാഗങ്ങൾ, അതായത് ഓരോ രോഗങ്ങൾ പകരുന്നത് പലതരത്തില്, രോഗകാരികളെ കുറിച്ച്, അത് പരത്തുന്ന രോഗകാരികൾ, കൊതുകുകൾ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, പ്രോട്ടോസോ പരത്തുന്ന രോഗങ്ങൾ, അങ്ങനെയൊക്കെ വിര പരത്തുന്ന രോഗങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വൈറസ്, ബാക്ടീരിയ, അല്ലെ? അപ്പൊ ഓരോ ദിവസവും പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പലരും എന്നോട് ചോദിക്കേണ്ട, ടീച്ചറെ ഇത് മാത്രം പഠിച്ചാൽ കിട്ടുമോ? അപ്പൊ ഇതുവരെ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല മക്കളെ. ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പരീക്ഷ സ്ഥിരമായിട്ട് PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതെങ്കിലും പഠിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റുന്ന ടീച്ചർക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളത് ഭംഗിയായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, അത് നിർത്താതെ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് LDC പോലുള്ള എക്സാമുകൾക്കും നിങ്ങൾക്ക് അത് ഉപകാരമായിട്ട് തീരും. ഏതായാലും ഇനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, നെഗറ്റീവ് ചിന്താഗതി ഒന്നും വേണ്ട. പഠിക്കാനുള്ളത് ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് അമെന്റ്മെന്റ്സ് അഥവാ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ, അമെന്റ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം അമെന്റ്മെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ എന്താ പറയാ, 106ാമത്തെ ഭരണഘടന ഒന്നാമത്തെ ഭേദഗതി തുടങ്ങി 106ാം ഭരണഘടനാ ഭേദഗതി വരെ ടീച്ചറോടെ പറയും. അത് 106ന് നമ്മൾ പഠിക്കണില്ലേ? നമ്മൾ വളരെ ഒരു 10-12 ഭേദഗതികളെ പഠിക്കുള്ളൂ. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് ഭേദഗതികളാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ചുരുക്കി ഭംഗിയായിട്ട് ചോദിച്ച ടോപ്പിക്കുകൾ മാത്രം എടുത്ത് നമ്മൾക്ക് ക്ലാസ് ഇടുന്നത് കേട്ടോ. അപ്പൊ 1951 ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നടക്കുകയാണ്. ഫസ്റ്റ് അമെന്റ്മെന്റ് 1951 എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? 9th ഷെഡ്യൂള്. എന്താണ്? 9th ഷെഡ്യൂള്. അതായത് 9ാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഏതാ ഭേദഗതിയിലൂടെയാണ്? ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 9ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നടക്കുന്നത് 1956 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി. അത് 7th അമെന്റ്മെന്റ് ആണ്. 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താ ഉണ്ടായേ? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ നിലവിൽ വന്നതാണ് കേരള സംസ്ഥാനം. 1956 നവംബർ മാസം 1ാം തീയതിയാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ 1956 7ാം ഭരണഘടനാ ഭേദഗതി, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അടുത്തത് നോക്കൂ, 1971 26ാമത്തെ 26th അമെന്റ്മെന്റ് ആണ്. അതായത് മുൻപ് നമുക്കറിയാം തിരുവിതാംകൂർ രാജവംശം, കൊച്ചി രാജവംശം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം രാജവംശങ്ങൾ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുൻ നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, റിപ്പബ്ലിക് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ രാജാക്കന്മാർക്ക് എന്തു കൊടുത്തിരുന്നു? പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞ ഒരു പെൻഷൻ പോലെ ഒരു തുക കൊടുത്തിരുന്നു. ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 1971 26ാം ഭേദഗതിയിലൂടെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇത് കൂടാതെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ്? ഇന്ദിരാഗാന്ധിയാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് 1971 26ാം ഭേദഗതി കഴിഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് 1976 ഭേദഗതിയാണ്. അത് 42ാമത്തെ ഭേദഗതിയാണ്. 42ാമത് ഭേദഗതി. ഇതിന്റെ പ്രത്യേകത, ഇതിനെ വിളിക്കുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താ ഉണ്ടായേ ഇവിടെ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക ചുമതലകൾ, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്.
അതിനുശേഷം 1978 44 ഭരണഘടനാ ഭേദഗതി. ഈ 44 ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോ പറഞ്ഞതാണ്. 78 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശം എടുത്തു കളഞ്ഞു. അടുത്തത് നോക്കൂ, 1985 52 ഭരണഘടനാ ഭേദഗതി. എന്താ ഉണ്ടായേ? ഇതിലെന്താ പറയണേ? കൂറുമാറ്റ നിരോധന നിയമം. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് 1985 52 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കോളോ. അടുത്തത് 1989 കാര്യമാണ് പറയുന്നത്. 61 ഭരണഘടനാ ഭേദഗതിയാണ്. ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സ് 21 നിന്ന് 18 മാറ്റിയത് എന്നാണ് 1989 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇനി അടുത്തത് നോക്കൂ, 1991 69 ഭരണഘടനാ ഭേദഗതി. എത്രാമത്തെ? 69 ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ്? ഡൽഹി ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റലായി മാറി. ദേശീയ തലസ്ഥാന പദവി ഡൽഹിക്ക് വന്നത് 1991 69 ഭരണഘടനാ ഭേദഗതി പ്രകാരം. 1992 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത. പഞ്ചായത്തി രാജ്. അപ്പൊ പഞ്ചായത്തി രാജ് വന്നത് 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ന് മനസ്സിലാക്കാം. 1992 74 ഭരണഘടനാ ഭേദഗതിയിൽ എന്തു പറയുന്നു? നഗരപാലികാ നിയമത്തെ കുറിച്ചും മുനിസിപ്പാലിറ്റി നിയമത്തെ കുറിച്ചും പറയുന്നു. മുനിസിപ്പാലിറ്റി നഗരപാലികാ നിയമങ്ങൾ 1992 74 ഭരണഘടനാ ഭേദഗതി. 1992 74 ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞാൽ ഇനി പ്രധാനപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ്? നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലെ പ്രാഥമിക വിദ്യാഭ്യാസം. ആ പ്രൈമറി എഡ്യൂക്കേഷൻ എന്തായി? ഫണ്ടമെന്റൽ എന്തായി? മൗലികാവകാശമായി, ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2016 101 ഭേദഗതി എന്ന് പറയുന്നത്. എന്താണത്? എന്താ ഇതിനെ കുറിച്ച് പറയണേ? GST കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 2016 101. 2019 103 ഭരണഘടനാ ഭേദഗതി. 103 എന്താ പറയണത്? മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതായത് EWS അല്ലെ, അത് 10%, EWSകാർക്ക് 10% സംവരണം. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. അടുത്തത് 2019 തന്നെ 104 ഭരണഘടനാ ഭേദഗതി. അതെന്താണ്? ലോക്സഭ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞു. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം റദ്ദാക്കി. അടുത്തത് ലാസ്റ്റത്തെ നിങ്ങൾ പഠിക്കേണ്ടത് 2023 106 ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാരി ശക്തി വന്ദൻ അധീനിയം. എന്താ? നാരി ശക്തി വന്ദൻ അധീനിയം. ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ. ഇത് പഠിക്കാണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല. അതായത് നമ്മളിപ്പോ 106 ഭരണഘടനാ ഭേദഗതി ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ. ഒന്നാമത്തെ തൊട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോ അതിൽ നമ്മൾ എത്ര വിരലിൽ എണ്ണാവുന്നതേ പഠിച്ചിട്ടുള്ളൂ. എത്രണ്ണം പഠിച്ചു? 16 നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഭരണഘടന 16 15 നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത്രയും ഭരണഘടനാ ഭേദഗതിയെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടേ. ഇത് പ്രീവിയസ് ഇയറിൽ സ്ഥിരമായി ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
ടോപ്പിക് പഠിക്കുകയാണ്. ആ ടോപ്പിക്കിന്റെ പേരാണ് കുറിച്യർ ലഹള. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒന്ന്, ഇതെന്നാ നടന്നതെന്ന് ചോദിക്കും. 1812 പറയണം. എവിടെയാ നടന്നതെന്ന് ചോദിക്കും. വയനാടിലാണെന്ന് പറയണം. ഇനി ഇത് എന്തിനാ നടന്നതെന്ന് ചോദിക്കും. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾക്കെതിരെ നടന്നതാണ്. ആരാണ് ഇത് നടത്തിയത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറയണം വയനാടിലെ എന്താണ് ഗോത്രവർഗ വിഭാഗക്കാരായ ആരൊക്കെ നടത്തി? കുറിച്യറും കുറുമ്പരും. വയനാട്ടിലെ ഗോത്രവർഗ വിഭാഗക്കാരായ കുറിച്യർ, കുറുമ്പർ തുടങ്ങിയവർ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതിക്കെതിരെ നടത്തിയ കലാപത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കുറിച്യർ ലഹള എന്ന് പറയുന്നത്. അതിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. രാമൻ നമ്പിയാണ്. ആരാണ് നേതാവ്? രാമൻ നമ്പിയാണ് കേട്ടോ. നികുതി ഏർപ്പെടുത്തിയത് ആരാണ്? തോമസ് വാർഡനാണ്. ബ്രിട്ടീഷുകാരൻ തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ നികുതി ഏർപ്പെടുത്തി. ഇനി കുറിച്യർ ലഹള രാമൻ നമ്പി നയിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് എന്താ ഈ ലഹള നയിച്ചത്. എന്തായിരുന്നു മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്താ പറഞ്ഞ അദ്ദേഹം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ഇനി 1812 തുടങ്ങിയ ഈ ലഹള 1812 തന്നെ അവര് മെയ് മാസം 8 ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ പറയേണ്ടത് ബ്രിട്ടീഷുകാരനായിരുന്ന TH ബേബർ. ആരാണ്? TH ബേബർ എന്ന് പറയുന്ന ആള് ഈ കുറിച്യർ ലഹളയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറയാണ്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പൊ അത്രയും ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു ലഹളയാണ് കുറിച്യർ ലഹള എന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുറിച്യർ ലഹള. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അതായത് നമുക്കറിയാം കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറഞ്ഞ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കാലത്ത് അങ്ങനെ തന്നെ പറയാം, കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ അതിൽ പെടുന്നതാണ് കുറിച്യർ ലഹള. അതുപോലെ തന്നെ അതിൽ പെടുന്ന അടുത്തൊരു ടോപ്പിക്കാണ് മക്കളെ വൈക്കം സത്യാഗ്രഹം. ഇതും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടി നടന്നു? നേതാക്കൾ ആര്? എത്ര ദിവസം നീണ്ടു നിന്നു? എന്ന് തുടങ്ങി? എന്ന് അവസാനിച്ചു? ഇതിന് നേതൃത്വം നൽകാനായിട്ട് പുറമെ, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പുറമേ നിന്ന് ഗാന്ധിജി പറഞ്ഞയച്ചത് ആര്? അങ്ങനെ കുറെ ചോദ്യങ്ങള് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ ഇന്ത്യയില് കേട്ടോ, ഇന്ത്യയില് എന്തിനെതിരായി? അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? വൈക്കം സത്യാഗ്രഹത്തിനെയാണ്. അപ്പൊ വൈക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കത്ത് ഒരു മഹാദേവന്റെ അമ്പലമുണ്ട്. അതിനു ചുറ്റും എന്താ പറയാ, എല്ലാ ജാതിക്കാർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് നടത്തിയ സമരമാണ് 1924 മാർച്ച് മാസം 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. 1924 മാർച്ച് 30. പ്രധാനപ്പെട്ട നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം TK മാധവനും, TK മാധവൻ ട്ടോ, TK മാധവനും KP കേശവമേനോനുമാണ്. അപ്പൊ TK മാധവൻ, KP കേശവമേനോൻ എന്നിവരാണ്. ഇവര് മാത്രമൊന്നല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്. KK എളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കുരൂർ നീലകണ്ഠപിള്ള, CV കുഞ്ഞിരാമൻ, കുറെ പേരുണ്ട്. പക്ഷെ പ്രധാന നേതാക്കള് TK മാധവനും KP കേശവമേനോനാണ്. ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോ ശ്രീമൂലം തിരുനാളായിരുന്നു. എവിടത്തെ? തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് മനസ്സിലാക്കുക. വൈക്കം സത്യാഗ്രഹം തുടക്കത്തിൽ ശ്രീമൂലം തിരുനാളാണ്. ഇനി വൈക്കം സത്യാഗ്രഹം എന്താ പറയുന്നത്? സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ച T രാഘവയ്യ എന്ന് പറയുന്ന ആളായിരുന്നു. ആരാണ്? T രാഘവയ്യ എന്ന് പറയുന്ന ആൾ. ഇനി വൈക്കം സത്യാഗ്രഹം ഒക്കെ ഇവിടെ തുടങ്ങി. അതിനെ ഗാന്ധിജി വളരെയധികം അനുകൂലിച്ചു. അപ്പൊ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര്
ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ. ഇനി ഗാന്ധിജി വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഒപ്പം ഇ.വി. രാമസ്വാമി നായ്ക്കർ, ഗാന്ധിജി, ഇ.വി. രാമസ്വാമി നായ്ക്കർ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി 1925 കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ അദ്ദേഹം രണ്ടാമത് കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മന്നത്ത് പത്മനാഭന്റെ പ്രധാനപ്പെട്ട, ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെ പ്രധാനപ്പെട്ട ഒരു ജാഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സവർണ ജാഥ എന്ന് വിളിക്കുന്നത്. എന്താണ്? സവർണ ജാഥ കേട്ടോ. അപ്പൊ സവർണ ജാഥ അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നടത്തിയത്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സവർണ ജാഥ എന്ന് മനസ്സിലാക്കുക. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം സവർണ ജാഥ നയിച്ചത്. എന്നാണ് ആരംഭിച്ചത്? 1924 നവംബർ മാസം 1-ാം തീയതിയാണ്. മാസം 1-ാം തീയതി ഇവിടുന്ന് പോയി അല്ലെ? നവംബർ 1-ാം തീയതി ഇവിടുന്ന് പോയി. എന്തുണ്ടായി? നവംബർ 12-ന് എവിടെ എത്തി? തിരുവനന്തപുരം എത്തി എന്ന് മനസ്സിലാക്കുക. തിരുവനന്തപുരത്ത് എത്തി എന്ന് മനസ്സിലാക്കുക. മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥയാണ് കേട്ടോ. ഇനി അടുത്തത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീണ്ടും അതായത് വേറൊരു സവർണ ജാഥ നയിച്ചു. അത് നയിച്ചത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ M.E. നായിഡു ആണ്. M.E. നായിഡു ആണ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചു. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു ഭരണാധികാരി എങ്കിൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണ് എന്ത്? തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് മനസ്സിലാക്കുക. ഇനി വൈക്കം സത്യാഗ്രഹം എത്ര കാലം നീണ്ടു നിന്നു എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. 603 ദിവസം നീണ്ടു നിന്നു എന്ന് മനസ്സിലാക്കുക. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ മാസം 23-ാം തീയതിയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഏതാ ചോദിക്കാത്ത? നായിത്തത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം എന്നാണ് ഇത് ആരംഭിച്ചത്? അതിന്റെ നേതാക്കൾ ആരാണ്? തുടങ്ങുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി? ഗാന്ധിജിയുടെ 2-ാം കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണ ജാഥ നയിക്കുന്നത്? സവർണ ജാഥ നയിച്ച വ്യക്തി ആരാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? അങ്ങനെ അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്നാണ് അത് അവസാനിച്ചത്. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ അറിയാമോ നിങ്ങൾക്ക്? അതായത് പെരിയോർ. എന്താണ്? പെരിയോർ. അതുപോലെ പെരിയോർ കേട്ടോ, പെരിയോർ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. അതുപോലെ വൈക്കം ഹീറോ, പെരിയോർ, വൈക്കം ഹീറോ എന്നീ പേരുകളിൽ അല്ലെങ്കിൽ വൈക്കം വീരർ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. അങ്ങനെ ഈ ഒരു വലിയ സത്യാഗ്രഹത്തിന്റെ പരിണിത ഫലമായി വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകളെല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ 1925 നവംബർ മാസം 23-ാം തീയതി ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവസാനിക്കുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് 1928-ലാണ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് 1928-ലാണ്. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ 3 ടോപ്പിക്ക് പഠിച്ചു കേട്ടോ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൻ്റെതായിട്ടുള്ള ഗൗരവം മനസ്സിലാക്കി പഠിക്കുക. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.